അസ്സലാമലൈക്കും. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിവിടെ സുഖമായിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലെ എണീച്ച് നിസ്കരിച്ചു, പിന്നെ ഓതി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് വെളിയിൽ വാക്കിങ്ങിന് പോയില്ല. നമ്മളെ മുറ്റത്ത് തന്നെ വാക്കിങ് ചെയ്തു. കുറച്ച് 10-15 മിനിറ്റ് നടന്നു. പിന്നെ ഇന്നത്തെ പ്രഭാതം കണ്ടോ, നല്ല നമ്മളെ ചുറ്റുപാടെല്ലാം കണ്ടു. നമ്മളെ പറമ്പും നമ്മളെ ചുറ്റുപാടുമാണിത്. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ഉണ്ടാക്കി. എനിക്ക് ഓട്സ്, മോന് നാഷ്ട ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാട്ടിയില്ല. ഓട്സും പിന്നെ ചിയ സീഡും പിന്നെ പഴവും എല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ട് കുടിച്ചതാണ്. പഞ്ചസാര ഇടാനില്ല. സൂപ്പർ ടേസ്റ്റ്, നല്ല ബാര് ഫുള്ളാണുണ്ട്. ബദാം അതെല്ലാം ഉണ്ട്, അത് ഇട്ടാലും നല്ലതാണ്. നല്ല പൊടിച്ച് നല്ല ഉഷാറായി. പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നിങ്ങളെ ഫ്രണ്ട്സിന് ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ മുത്തുമണികളെ, എന്ത് വിശേഷം? പിന്നെ നമുക്ക് രാവിലെ തന്നെ മീൻ കിട്ടി, പിന്നെ ചീര കിട്ടി. പിന്നെ നമ്മൾ ചോറ് വെച്ചു. കുറേ പണിയുണ്ടായിരുന്നു. തുണി വാഷിംഗ് മെഷീനിൽ ഇടാനും ക്ലീൻ ചെയ്യാനെല്ലാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ചോറ് വെച്ചു. പിന്നെ മീൻ ക്ലീൻ ചെയ്തു, ചീര ക്ലീൻ ചെയ്തു, അതിനെല്ലാം മുറിച്ചു എല്ലായി. പിന്നെ നമുക്ക് രാത്രിക്കും ചിക്കന് ഫ്രൈ ആക്കാനെല്ലാം ഉണ്ട്. അതിനും ചിക്കനെയും കഴുകി അതിനെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ അതും ഇതാക്കിയിട്ട് വെച്ചു, വഴറ്റിയിട്ട് വെച്ച മുളകും. പിന്നെ നമ്മൾ കരിക്ക് കുടിച്ചു. നമ്മളുടെ ഇവിടെ പറയുന്നത് കൊണ്ടമാണ്. കൊണ്ടം കുടിച്ചു. അതിൻ്റെ ഉള്ളിൽ പാടെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. ഒരു 10 മണിയാകുമ്പോഴേക്ക് കൊണ്ടെല്ലാം കഴിച്ചു. ഇതെല്ലാം വൃത്തിയാക്കി മുളകെല്ലാം കഴറ്റി വെച്ചതാണ്. പിന്നെ ഒരു കടായി വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ കടു ഇട്ടത് കൂടുതലായി. സാരമില്ല, പിന്നെ ഞാൻ അതിനൊന്നും ഇതാക്കാൻ പോയില്ല. അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ചീരയും പച്ചമുളകും എല്ലാം മുറിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇടുന്നുണ്ട് ഇതിൽ. തേങ്ങയെല്ലാം ഇട്ടു. ഞാൻ തേങ്ങയുടെ കൂടെ മിക്സ് വെളുത്തുള്ളിയും ഇടും. എല്ലാം ഇട്ടിട്ട് അങ്ങനെ വേവാൻ വെച്ചു. പിന്നെ അതിൻ്റെ ശേഷം എടുത്താൽ എല്ലാവർക്കും അറിയുന്ന പണി തന്നെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ആക്കാൻ തുടങ്ങി. ഉച്ചക്ക് മാത്രം മോനും എനിക്കും മാത്രം. ഞാനിപ്പോൾ ഇത് ബാർലി വെള്ളം കുടിക്കുന്നുണ്ട്. അതിൻ്റെ ചോറ് എനിക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലതല്ലേ.
അത് തന്നെ ആ ചോറ് കഴിക്കുന്നു. മോൻ കഴിക്കാല ആ ചോറൊന്നും. മോന് വേറെ മറ്റേ ചോറ് വെക്കും, മട്ടരിൻ്റെ. ഈ ചട്ടി എൻ്റെ അനിയത്തി എനിക്ക് തന്നത് നല്ല ഉപകാരമുണ്ട്. ചോറ് ഊറ്റുന്ന ചട്ടിയാണ്. എൻ്റെ മാംഗ്ലൂരുള്ള അനിയത്തി. ഇപ്പോൾ അവളില്ല നാട്ടിലെ, കാനഡയിലുള്ളത്. നല്ല ഈസിയാണെന്നുണ്ട്. ഞാൻ കണ്ടോളി. ചോറിന് ഇതിൽ കമിച്ചാൽ മതി. നല്ല ഈസിയാണെന്നുണ്ട് ഇത്. പിന്നെ ദാള് വെച്ചോ, പരിപ്പ് ദാള് വെച്ചോ. പിന്നെ ഞാൻ പരിപ്പ് എടുത്തില്ല, എനിക്ക് പരിപ്പ് കൂട്ടിയാലാണില്ല. ഞാൻ ചീര തോരനും മീൻ ഫ്രൈയും കൂട്ടി നമ്മൾ ബാർലി വെള്ളത്തിൽ ചോറുണ്ടല്ലേ അത് കഴിച്ചതാണ്. മോന് മറ്റേ ചോറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രാത്രിക്ക് ചിക്കന് മോന് മാത്രം, ഞാൻ കുറച്ച് കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നൂഡിൽസ് മോന് രാത്രിക്കാക്കി. ഞാൻ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. ഇത് രാത്രിയാണോ? ഇത് കടായി വെച്ച് എണ്ണ ഒഴിച്ച് പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് അതിലിട്ട് അതിന് ചിക്കി എടുത്തതാണ്. അതിന് ശേഷം പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടു. പിന്നെ കുറച്ച് സവാള എല്ലാം ഇട്ടു. പിന്നെ ഒരു ചട്ടിന് കുറച്ച് മുളക് വെട്ടി, പിന്നെ ഒരു ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കം ക്യാരറ്റെല്ലാം ഇടുന്നുണ്ട്. ഇത് മോന് മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ സഫർജില്ലും പിന്നെ കുക്കുംബറും കഴിച്ചതാണ്. അതിന് മാത്രം ഉണ്ടാക്കി കൊടുത്തത്. നമുക്ക് ഡേറ്റിങ്ങൊന്നും മക്കൾക്ക് എല്ലാം ഉണ്ടാക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം മക്കളില്ല, ഒരേ മോനാ ഉള്ളത്. അതിനെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവൻ ഒരുത്തൻ വിചാരിച്ച് ഞാൻ ആക്കാത്തൊന്നും ഇരിക്കുന്നില്ല. അവന് വേണ്ടിയതെല്ലാം ആക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ഇട്ട്. എൻ്റെ മൂത്ത മോനും അങ്ങനെ ഇങ്ങനെ ഞാൻ എല്ലാം എന്ത് വേണമെങ്കിൽ ആക്കി കൊടുത്തോണ്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൗഡറും ഇട്ടു. നമ്മൾ ഇട്ടു എന്ന് പറയുന്നത്, നിങ്ങൾ ഇട്ടോ എന്നല്ലേ, എന്നാൽ നമ്മൾ ഇട്ടു എന്ന് നമ്മളെ ഭാഷ കുറേ നിങ്ങൾക്ക് മിക്സാകുന്നുണ്ടാവും. പിന്നെ ഇത് സോയാ സോസ് ഇട്ടോ, ടൊമാറ്റോ സോസ് ഇട്ടോ, അതെല്ലാം ഇട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച നൂഡിൽസ് ഇട്ട് അതിനെ ഒരു മറിച്ചോ. അതെല്ലാം ഈ മസാലയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലൈക്കൊന്നും ഇടാനില്ല, ഇപ്പോൾ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. ഇത് കമണ്ടും ഇടാനില്ല, കമണ്ട് എഴുതുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ മുട്ട ചിക്കിയത് അതിനെ ഇപ്പോൾ കമണ്ട് എല്ലാവരും ഇടണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. പിന്നെ ഒരു 5 മിനിറ്റ് ഇത് മൂടി വെക്കുന്നുണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ട്. പിന്നെ അത് റെഡിയായി. പിന്നെ പ്ലേറ്റിലിട്ടു, ചിക്കൻ ഇട്ടു. പിന്നെ കുക്കുംബറും കുറച്ച് കട്ട് ചെയ്തിട്ട് മോന് കൊടുത്തു. എല്ലാം ചെയ്തു.
മോന് തിന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഗുഡ് നല്ലതായിട്ടുണ്ട് ഉമ്മ പറഞ്ഞ. അവന് രാത്രി ആകുമ്പോഴേക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വേണം, ഇല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും. അങ്ങനത്തെ മോനത് അത് ഉച്ചക്കത്തൊന്നും വാങ്ങില്ല. അങ്ങനെ നബിൽ നല്ലതൊന്ന് പറഞ്ഞു എന്നോട്, നല്ലതായിട്ടുണ്ട് ഗുഡായിട്ടുണ്ട് ഉമ്മാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.